സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് ഈ കേരള സാഹിത്യത്തിലും കേരള ചരിത്രത്തിലും മിടുക്ക് കാണിച്ച ഭാര്യാഭർത്താക്കന്മാരായ സാഹിത്യകാരന്മാരുണ്ട്, സാഹിത്യ രംഗത്ത് പ്രവർത്തിച്ചിരുന്നവരുണ്ട്. അതിൽ ഒരു ദമ്പതികളാണ് പോഞ്ഞിക്കര റാഫിയും സബീന റാഫി. ഇവരുടെ സ്ഥലം എറണാകുളമാണ്. ഇന്ന് ഈ പോഞ്ഞിക്കര എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ നിരുക്തിയെക്കുറിച്ചാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കറിയാം, എറണാകുളം തീരത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു വലിയ ദ്വീപാണ് മുളവുകാട്. ഈ മുളവുകാട് ദ്വീപ് ഇന്നറിയപ്പെടുന്ന ബോൾഗാട്ടി എന്നാണ്. കാരണം ഈ മുളവുകാട് ദ്വീപിനകത്ത് ബ്രിട്ടീഷ് റെസിഡൻസി സ്ഥാപിതമാകുന്നതോടുകൂടി ബ്രിട്ടീഷുകാരുടെ വാക്ക് മുളവുകാട് ഒതുങ്ങാത്തത് കൊണ്ട് അവർ അതിനെ പരിഷ്കരിച്ചു കൊടുത്ത പേരാണ് ബോൾഗാട്ടി. അങ്ങനെ മുളവുകാട് സായിപ്പിൻ്റെ നാക്കിൽ ബോൾഗാട്ടിയായി രൂപപ്പെട്ടു. ഈ ബോൾഗാട്ടി പാലസിൽ മക്കാളെ എന്ന് പറയുന്ന റെസിഡൻറ്റ് സായിപ്പിനെ പാലിത്തച്ഛനും നമ്മുടെ വേലുത്തമ്പി ദളവയും കൂടി കൊല്ലാൻ ശ്രമിക്കുന്നതും മക്കാളെ രക്ഷപ്പെടുന്നതും പാലിയത്തച്ഛൻ നാട് കടത്തുന്നതും വേലുത്തമ്പിയെ ആത്മഹത്യ ചെയ്യേണ്ടുന്ന അവസ്ഥയുമൊക്കെ നമുക്കറിയാവുന്ന ചരിത്ര സംഭവങ്ങളാണ്. അങ്ങനെ ഈ ബോൾഗാട്ടിയുടെ ഒരു ഭാഗമാണ് പോഞ്ഞിക്കര. അപ്പം എങ്ങനെയാണ് ഈ പോഞ്ഞിക്കര രൂപപ്പെട്ടു വന്നത്? ഇത് നമ്മൾ ഡച്ചുകാരിലേക്ക് പോവുകയാണ്. അവരുടെ രാജ്യത്തിൻ്റെ ഭൂപ്രകൃതി നമ്മുടെ കുട്ടനാടിൻ്റെ ഭൂപ്രകൃതിക്ക് തുല്യമാണ്. കടലിനേക്കാൾ താഴ്ന്ന സ്ഥലമാണ്. വെള്ളം വറ്റിച്ച് കൃഷി ചെയ്യുന്ന സമ്പ്രദായം അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ചുറ്റും ജലത്താൽ ചുറ്റപ്പെട്ട സ്ഥലങ്ങളും ദ്വീപുകളും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്ത ഒരു സമൂഹമായിരുന്നു ഡച്ചുകാർ. പോർച്ചുഗീസുകാരെ തോൽപ്പിക്കുന്നതിന് വേണ്ടി കൊച്ചി രാജാവ് ഡച്ചുകാരുമായി പലപ്പോഴും ധാരണയുണ്ടാക്കിയിട്ടുണ്ട്. കച്ചവടത്തിൻ്റെ ധാരണ, പട്ടാളത്തിൻ്റെ ധാരണ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പലപ്പോഴും ഡച്ചിൻ്റെ മേൽക്കോയ്മ തന്നെ കൊച്ചി രാജാവ് സ്വീകരിച്ചിട്ടുണ്ട്. അന്ന് ആ എഗ്രിമെൻറ്റിൽ പറയുന്നത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നമ്മുടെ കൊച്ചി രാജാവ് കൊടുത്ത പേര് കൊമ്പഞ്ഞി എന്ന്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുത്ത പേര് കൊമ്പഞ്ഞി എന്നാണ്. ഡച്ചുകാരെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികാരികളായ ഡച്ചുകാരെ കൊച്ചിയിലെ രാജാവ് വിളിച്ചത് കൊമ്പഞ്ഞി പണ്ടാരം എന്നാണ്. പണ്ടാരം ഒരു ബഹുമാന്യ പദമാണ്. കൊമ്പഞ്ഞി പണ്ടാരമെന്ന്. അങ്ങനെ ഈ ഡച്ചുകാർ, ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ, ദ്വീപിനെയും വെള്ളക്കെട്ടുകളെയും സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്ന ഈ ഡച്ചുകാർ പല ബംഗ്ലാവുകളും ഈ മുളവുകാട് ദ്വീപിൻ്റെ ഒരു ഭാഗത്ത് നിർമ്മിക്കാൻ തുടങ്ങി. അങ്ങനെ കൊമ്പഞ്ഞിക്കര എന്നതിന് വിളിപ്പേര് വന്നു. കൊമ്പഞ്ഞിക്കര പറഞ്ഞ് അത് പോഞ്ഞിക്കരയായി ചുരുങ്ങി. നമുക്ക് എളുപ്പ വഴി, നമ്മളൊരു സ്ഥലത്ത് പോകാൻ എളുപ്പ വഴി സ്വീകരിക്കുന്നത് പോലെ തന്നെ ഭാഷയിലും വിളിപ്പേരുകളിലും നമ്മൾ എളുപ്പ വഴികൾ സ്വീകരിക്കാറുണ്ട്. അത്തരത്തിൽ സ്വീകരിച്ചൊരു എളുപ്പ വഴിയാണ് കൊമ്പഞ്ഞിക്കരയെ പോഞ്ഞിക്കരയാക്കി മാറ്റിയത്. ഇനി നമ്മുടെ റാഫിയും സബീന റാഫിയെയും കുറിച്ച് ഒരു കാര്യം കൂടി. 1971 കേരള സാഹിത്യ അക്കാദമി ഇവർക്ക് രണ്ടുപേർക്കും, ഭാര്യ ഭർത്താക്കന്മാർക്ക്, ഇവർ രണ്ടുപേരും ചേർന്നെഴുതിയ കലിയുഗം എന്ന കൃതിക്കാണ് കിട്ടിയത്. സാധാരണ ഭാര്യയ്ക്കും ഭർത്താവിനും ഒന്നിച്ച് ഒരു അവാർഡ് ലഭിക്കുന്ന അപൂർവതകൾ കൂടി നമ്മുടെ കേരള സാഹിത്യ ചരിത്രത്തിലുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് പോഞ്ഞിക്കരയുടെ സ്ഥലനാമ കൗതുകം അവസാനിപ്പിക്കുന്നു. നന്ദി.